ഹൈന്ദവരിലൊക്കെ ഇങ്ങനെ ശിവൻ കൃഷ്ണൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതും ശരിയല്ലേ? അതൊക്കെ വെറും മിത്തുകളാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട. അന്ന് തന്നെ ഗുരുജി എന്നോട് ചോദിച്ചു, വല്ല കാഴ്ച കണ്ടോന്ന് ചോദിച്ചാൽ ശിവഭഗവാൻ നിൽക്കുന്നു. ഞാനോർത്ത് എന്തിനാ കാര്യം, എനിക്കങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളാണ്. ഇച്ചിരി വലത്തോട്ട് അവിടെ യേശുക്രിസ്തു നിൽക്കുന്നു. എനിക്ക് അതിശയമൊന്ന് വർദ്ധിച്ചു, ഇതെന്താ ഇങ്ങനെ കാണുന്നത്? അപ്പോൾ യേശുക്രിസ്തു ശിവനെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു, പിന്നെ ഇല്ല, അപ്പോൾ ജീവിതത്തിനൊരു അർത്ഥമില്ലല്ലോ എന്നുള്ളൊരു. ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു, എന്തിനു ജീവിച്ചു എന്നുള്ള ചോദ്യം. അതെ അതെ, നമ്മളൊന്നും ചെയ്യാതെ ഒരു ജീവിതം. ഈ മരണശേഷം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പോൾ ഇനിയും നന്മ ചെയ്യുന്നവരെ, അതായത് സത്കർമ്മത്തിൽ ജീവിക്കുന്നവരെല്ലാം കൊണ്ടുപോകും നിത്യതയിലേക്കുണ്ട്. അന്നേരം ഇതെല്ലാം അറിയാം. നമസ്കാരം, ഞാനെന്നുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലുള്ള വാത്മീകി ആശ്രമത്തിൻ്റെ പരിസരത്താണ്. എന്നോടൊപ്പം മാത്യു വി, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ഇവിടെ ഒരു SMS മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്കാണ് അദ്ദേഹം എത്തിയത്. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ചേട്ടൻ ഈ SMS മെഡിറ്റേഷനിലേക്ക് വന്നത്? വരാനുള്ള കാരണം എൻ്റെ വൈഫും മകനുമാണ്. അപ്പം ഞാനിതുപോലുള്ള മെഡിറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ, എൻ്റെ വൈഫ് പല മെഡിറ്റേഷനിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വലിയ താല്പര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. എനിക്ക് ദൈവത്തിലൊരു വിശ്വാസമുണ്ട്, യേശുക്രിസ്തുവിലൊരു വിശ്വാസമുണ്ട്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവാണ്. അപ്പോൾ അത് തന്നെ എപ്പോഴും ചൈതന്യമായിട്ട് നിർത്തുന്നത്. എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ദൈവം ഇല്ലെന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പം മരണത്തോടുകൂടി ഇതെല്ലാം തീർന്നു പോകുമല്ലോ എന്നോർത്ത ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. മരണത്തോടുകൂടി ജീവിതം തീർന്നു, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു, പിന്നെ ഇല്ല, അപ്പോൾ ജീവിതത്തിനൊരു അർത്ഥമില്ലല്ലോ എന്നുള്ളൊരു. ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു, എന്തിനു ജീവിച്ചു എന്നുള്ള ചോദ്യം. അതെ അതെ, നമ്മളൊന്നും ചെയ്യാതെ ഒരു ജീവിതം, എന്തിനു ജീവിക്കും, പിന്നെ പോയി വെറുതെ എങ്ങനെ ജീവിച്ചു, മരിക്കുന്നു, പോകുന്നു. ആ ചിന്ത തന്നെ വളരെ ചോദ്യചിഹ്നമായിട്ട് വന്നു. അങ്ങനെയാണ് ഇതിനപ്പുറത്ത് നിത്യത എന്ന് പറയും, മരണത്തിന് ശേഷമുള്ള നിത്യത. ആ നിത്യതയിൽ നമുക്ക്, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെല്ലാം നോക്കിക്കാണുന്ന ആളാണ്. ഇതൊക്കെ എന്താ, എങ്ങനെ ഉണ്ടായത്, എവിടുന്ന് വന്നാണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഞാൻ അന്ധമായിട്ടൊന്നും വിശ്വസിക്കുന്നൊരു സ്വഭാവമില്ല. അപ്പം അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് ഈ മരണശേഷം യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പോൾ ഇനിയും നന്മ ചെയ്യുന്നവരെ, അതായത് സത്കർമ്മത്തിൽ ജീവിക്കുന്നവരെല്ലാം കൊണ്ടുപോകും നിത്യതയിലേക്കുണ്ട്. അന്നേരം ഇതെല്ലാം അറിയാം. ആ ഒരു ചിന്തയാണ് എന്നെ ആത്മീയ ലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. എന്നാലും എനിക്ക് ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഓരോ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ, ഞാൻ പറഞ്ഞില്ല, കണ്ണടച്ച് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്വഭാവമില്ല. ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിക്കുക, നമ്മൾ ക്രിസ്ത്യാനികളാണ്, പക്ഷേ ഈ ഹൈന്ദവരിലൊക്കെ ഇങ്ങനെ ശിവൻ കൃഷ്ണൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതും ശരിയല്ലേ? അതൊക്കെ വെറും മിത്തുകളാണ്, അതൊന്നും നീ കാര്യമാക്കണ്ട. അച്ഛൻ പറഞ്ഞു, എൻ്റെ ഫാദർ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോഴും ഞാൻ ഏതായാലും വിശ്വസിച്ചു, അത് മാത്രം 100% ശരി എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഈ കർത്താവിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്. കാരണം എല്ലാവരും സ്നേഹിക്കാനല്ലേ പഠിപ്പിച്ചത്. ശാന്തതയുടെ ദേവനാണ്. എന്തോ ശാന്തതയുടെ ദേവന. ശത്രുവിനെ സ്നേഹിക്കാൻ പറയുന്നത് ഏറ്റവും. പിന്നെ ശിഷ്യന്മാർ കാല് കഴിയവനാണ്. അതൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ പിന്നെ മാരേജായി. വൈഫ് ഭയങ്കര ഭക്തിയായി, പള്ളി ഭക്തി എന്ന് പറയും. നമ്മൾ ഈ പള്ളി ഭക്തി എന്ന് പറയും, പള്ളിയിൽ പോകുന്നവരാണ് ഭക്തി. അതിൽ ആത്മീയത ഉണ്ടോ എന്ന് ഈയിടെയല്ല ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഈ ആത്മീയതയും ഭക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഭക്തി എല്ലാവർക്കും ഇങ്ങനെ പോയി അമ്പലത്തിൽ പോകുന്നു, അല്ലെ പള്ളിയിൽ പോകുന്നു, തൊഴുന്നു, ആരാധിക്കുന്നു. അതിൽ കവിഞ്ഞുള്ളൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ആത്മീയത. ആത്മീയത ദൈവമായിട്ടുള്ള വലിയ ബന്ധമാണ്. അവിടെ നുണ പറച്ചിലില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, സ്നേഹം മാത്രം, സമാധാനം മാത്രം, അങ്ങനെയുള്ള ചിന്തയാണ്. അപ്പം ഇങ്ങനെ വൈഫ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ചില വിഷയങ്ങൾ നോക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഒരു ചെറിയ പ്രയാസമുണ്ട്. അങ്ങനെ അതൊക്കെ പറയാനാണ് വളരെ ഉണ്ട്, അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വൈഫ് ഇങ്ങനെ എന്താ സീമാജി എന്ന് പറഞ്ഞ അവരുടെ ഒരു മെഡിറ്റേഷനിലൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ വേറെ പലതിലും പോയി, എന്നോട് പറയുന്നില്ല, ഞാൻ അറിയുന്നു. രാത്രിയുടെ ആമകൾക്ക് ഉറങ്ങാതിരുന്ന് ഇങ്ങനെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാണ് ഈ തസ്മൈ ഗുരുജിയുടെ മെഡിറ്റേഷൻ കണ്ടപ്പോൾ അതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ടെന്ന് പുള്ളിക്കാരത്ത് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്,
അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾ ഹിന്ദുവിലെല്ലാം പോകാനുള്ള പുറപ്പാടാണോ എന്ന് തമാശ ചോദിച്ചേ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ എൻ്റെ വൈഫിൻ മോനും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം തസ്മൈ ഗുരുജി പറഞ്ഞു, നിങ്ങളുടെ ഈ മെഡിറ്റേഷൻ അത്ര ശരിയല്ല, ബാംഗ്ലൂരിലോട്ട് വരാൻ പറയും. അപ്പം ഞാൻ 4-5 ദിവസം തന്നെ ആയിപ്പോൾ. അപ്പം വൈഫിന് അതൊക്കെ ഒരു വിഷമം. ബാംഗ്ലൂർ വരുന്നു എന്ന് പറഞ്ഞു. ഞാനത്ര താല്പര്യം കാണിച്ചില്ല. അന്നേരം അവരെന്നെ തന്നെ ഇട്ടിട്ട് പോകാനുള്ള പ്രയാസമുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു, ഈ ഗുരുജിയുടെ ക്ലാസ് കുറച്ച് ദിവസം കേൾക്ക്. അത് കേൾക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഗുരുജിയുടെ ക്ലാസ് കേട്ട് 1-2 ദിവസം കേട്ടപ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ആ ഗുരുജി പറയുന്നത്. അതിൽ പ്രത്യേകിച്ചുള്ള ഒരു നുണ പോലും പറയരുത്. അതെന്നെ വളരെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞങ്ങളുടെ ബൈബിളിലൊക്കെ ബോഷ്ക്ക് പറയരുത്, വെറുക്കരുത്, വിദ്വേഷം പാടില്ല, ആരെയും കുറ്റം പറയരുത് എന്നുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഗുരുജിയിൽ നിന്ന് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അതിനെ വളരെ ഒരു പ്രചോദനം നൽകി. എന്നാൽ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ബാംഗ്ലൂർ ജില്ലയിൽ ഞങ്ങൾ മെഡിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. സൺ, മൂൺ, സ്റ്റാർ മെഡിറ്റേഷൻ. രാവിലെ 7:30 മുതൽ 9 വരെയാണ് രാവിലത്തെ മെഡിറ്റേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കൈകോർത്ത് കണ്ണടച്ച് സൂര്യനെ നോക്കി അങ്ങനെ 45 മിനിറ്റ് ഇരിക്കുന്ന ഒരു അനുഭവം. അത് ഞാൻ ഇരുന്നിപ്പം പല ചിന്തകളും ഈ ദേഹമൊക്കെ ചൊറിയുന്നുണ്ട്. നമ്മളൊന്നും ചൊറിയാനൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതിൽ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള എനർജിയാണ്. സൂര്യനെ ആരാധിക്കുക എന്നുള്ളതല്ല ഇതിനകത്ത്. അപ്പം അത് ഞാൻ ചെന്നപ്പം അന്ന് തന്നെ ഗുരുജി എന്നോട് ചോദിച്ചു, വല്ല കാഴ്ച കണ്ടോയെന്ന് ചോദിച്ചു. കാഴ്ച കണ്ടോ? യേശുദേവനെ കണ്ടോ? യേശുദേവനെ കണ്ടോ? എനിക്ക് അത്ഭുതം തോന്നി ഗുരുജി അങ്ങനെ ചോദിച്ചപ്പോഴേ. അത് കഴിഞ്ഞ് അങ്ങനെ കാഴ്ചകൾ കണ്ടു. അപ്പം പിറ്റേ ദിവസം ഞാനിങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പം ദൂരെ മലയിൽ ശിവഭഗവാൻ നിൽക്കുന്നു. ഞാനോർത്ത് എന്തിനാ കാര്യം, എനിക്കങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളാണ്. എനിക്ക് യേശു ക്രിസ്തുവിൽ മാത്രമുള്ള വിശ്വാസമാണ്. മറ്റേതൊക്കെ മിത്താണെന്ന് ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇച്ചിരി വലത്തോട്ട് അവിടെ യേശു ക്രിസ്തു നിൽക്കുന്നു. എനിക്ക് അതിശയം വർദ്ധിച്ചു, ഇതെന്താ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ശിവനെ ഇങ്ങനെ വട്ടം ചുറ്റി പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒന്നാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് വളരെ വളരെ സന്തോഷവും ചൈതന്യവും അത്ഭുതവും എല്ലാം അങ്ങോട്ട് തോന്നി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അപ്രമായിട്ട് ആത്മീയ കാഴ്ചപ്പാടിൽ ഇത് കാണിച്ചു തന്നപ്പോൾ ഇതിൽ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹനുമാൻ സ്വാമി ഇങ്ങനെ പറന്നു പോകുന്നു, ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നു, ഇങ്ങനെ പല 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 കാഴ്ചകൾ ഇങ്ങനെ കാണുവാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയ ചൈതന്യമായി. ഈ യേശുക്രിസ്തു ഇവരെല്ലാം ഒരു ദേവതകളുടെ നടുവിൽ ഞാൻ നിൽക്കുന്നു. അപ്പം അതൊക്കെ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച്, ദൈവങ്ങളെല്ലാം ഒന്നായിട്ട് സ്നേഹിച്ച് നിൽക്കുന്നു. ഇവിടെ ഭൂമിയിൽ ദൈവങ്ങളുടെ പേരും പറഞ്ഞ് മനുഷ്യനെ അടിപൊളിയാണ്. എൻ്റെ ദൈവം ഇത്, നിന്റെ ദൈവം. ദൈവം സമാധാനം തരാനും സന്തോഷത്തിനും സമാധാനത്തിനും വന്നത്. അങ്ങനെ അത് ആ മാതൃക നയിക്കുമ്പോൾ മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും അതെന്നെ വളരെ വിഷമിപ്പിച്ച് ചിന്തിപ്പിച്ചു. ഇപ്പോഴും നമ്മൾ ഈ സ്നേഹത്തിലും ആ ഒരു ചൈതന്യത്തിലൊക്കെ പോകേണ്ടതല്ല. അപ്പോൾ ഇവിടെ കലാപമൊന്നുമില്ല, പ്രശ്നങ്ങളില്ല, സമാധാനവും സന്തോഷവും ആയിരിക്കും. അങ്ങനെ കുറേ കാഴ്ചകൾ പിന്നെ ഓരോ ദിവസം ഞാൻ കാണാറുണ്ട്. അപ്പം അത് എനിക്ക് എൻ്റെ യാത്ര ഇങ്ങനെ ആകാശമണ്ഡലങ്ങളിൽ കൂടിയാണ്, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി, ഗ്രഹങ്ങളിൽ കൂടി. പിന്നെ ഞാനത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വളരെ അത്ഭുതം തോന്നും. നമ്മൾ സൂര്യൻ്റെ കാര്യം, ചന്ദ്രൻ്റെ കാര്യം, നക്ഷത്രങ്ങളുടെ കാര്യം നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല. ഈ പഠിക്കുന്നത് ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ചെറിയൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത്. ആ ഊർജ്ജം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചുള്ള ധ്യാനത്തിലുള്ള കാണുന്ന കാഴ്ചകളൊക്കെ അവിടെ സമാധാനമാണ്, സന്തോഷമാണ്. ഇതൊക്കെ ഈ കാഴ്ചകളെല്ലാം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലരിങ്ങനെ ചോദിക്കും, ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാനീ പറയുന്നത്. ഞാൻ എന്നും ഇത് എഴുതിയിടും. വന്നിട്ട് കാഴ്ച കഴിഞ്ഞിട്ട് എന്നും എഴുതിയിടും. ഇപ്പോൾ ഞാൻ ചിലത് വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടതാണോ എന്ന് എനിക്ക് തോന്നും. എവിടെ സംശയമുണ്ടോ അല്ലേ? അത്രയ്ക്കും മറ്റുള്ളവർക്ക് സംശയം തോന്നിപ്പിക്കത്തക്കവണ്ണമാണ് ഞാൻ കണ്ടതാണ്. കാണുമ്പം എനിക്കൊരു ചൈതന്യം, പ്രകാശം, ഒരു ജീവൻ, ഇതെല്ലാം ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് സത്യം എന്ന് മനസ്സിലായത്. ഏതെങ്കിലും ഒരു രൂപം മാത്രം കണ്ടത് മാത്രം ദൈവം എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലെങ്കിൽ അവനെ അടിക്കാനും കൊല്ലാനും പോകുന്നതല്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇങ്ങനെ കാണുന്നത്. അതിലുപരി ഇതിനെ പ്രപഞ്ചം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഗുരുജിയിൽ കൂടെയാണ് കേട്ടോ. പ്രപഞ്ചത്തിൽ സർവ്വവും ഉൾക്കൊള്ളുന്നു, എല്ലാ ദൈവങ്ങളും, എല്ലാ കാഴ്ചപ്പാടും എല്ലാം ഉൾക്കൊള്ളുന്നു. ആ പ്രപഞ്ചത്തെ നമ്മളിങ്ങനെ നമസ്കരിച്ച് ഞാനും ഒരു അംശമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ സസ്യങ്ങളും ജന്തുക്കളും എല്ലാം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരനാണ്.
അവരെയൊക്കെ സ്നേഹിക്കണം. അപ്പോൾ ഇതിനെ വളരെ ചിന്തിപ്പിച്ചു. നമ്മളതിനെ കൊല്ലുക, കൊന്നിട്ട് ജീവൻ കളഞ്ഞിട്ട് അതിനെ ഭക്ഷിക്കുക. സസ്യങ്ങളെ വിട്ടുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും കിളിർക്കുന്നുണ്ട്, അതിനൊരു ജീവനുണ്ട്, അത് വ്യത്യാസമുണ്ട്. പിന്നെ ഈ 6 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്. അതെ, അതെനിക്ക് വളരെ വളരെ പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നി. 6 മണിക്കും ഭക്ഷണം കഴിച്ച് പിന്നെ 6 മണിക്ക് കുറേ ശാസ്ത്രീയമായിട്ടും തെളിയിച്ചിരിക്കുന്ന, അപ്പം നമ്മുടെ ശരീരം ഇങ്ങനെ ഡൈജസ്റ്റിംഗ് ഒക്കെ വളരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത് നല്ലതാണെന്ന് മനസ്സിലായി. പിന്നെ ഇപ്പോൾ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക. ഈ ഗുരുജിയെപ്പോഴും പറഞ്ഞ് ശവക്കറി കഴിക്കരുത്. ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ പിന്നെ ശവമാണ്. അപ്പോൾ അതിൻ്റെ ചൈതന്യം എനിക്ക് മനസ്സിലായി. അത് ഉപേക്ഷിച്ചു. 6 മണിക്ക് മുമ്പായി. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സെപ്പോഴും പ്യുവറായിരിക്കുക. നല്ല അതൊക്കെ ക്രിസ്തുദേവനിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ രണ്ടുപേര് ചേർന്ന മൂന്നാമത്തെ അത് പറയരുത്. ഒരു നുണ പോലും പറയരുത്. ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റി പോലും അച്ഛന്മാരൊന്നും അത്ര ശക്തമായിട്ട് പറയത്തില്ല. ഒരു നുണ പറയരുതെന്നൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ബോഷ്ക്ക് പറയരുത്. ബോഷ്ക്ക് പറയുന്നതിനൊക്കെ നിത്യതയിൽ എത്തിയത് വെളിയിൽ തന്നെയാണെന്നാ. സാർ ഇപ്പം അങ്ങ് ഒരുപാട് കാര്യം നുണ പറയാൻ പാടില്ല. ഇപ്പം നമ്മളൊരു ബിസിനസ്സാരോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് അവരെ ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ അവർക്ക് ചിലപ്പോൾ ചെറിയ നുണകൾ പറയാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നുണയെന്നല്ല, ബിസിനസ്സിന് വേണ്ടിയിട്ട് പറയാം. അതൊക്കെ ഒരു തെറ്റോ ശരിയോ? അത് നമുക്ക് സത്യം പറഞ്ഞിട്ടുള്ളത് മതി. അതാ ഞാനിപ്പം ചിന്തിക്കുന്നത്. ലാഭത്തിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. ലാഭത്തിൽ കുറഞ്ഞാൽ നമ്മൾ സത്യം തന്നെ പറയണം. അത് തന്നെയാണ് എനിക്ക് ഇപ്പം പറയാനുള്ളത്. ഇപ്പം എൻ്റെ ഫാദർ തന്നെ പണ്ട് ഞാൻ ആത്മീയ ജീവിതത്തിലുള്ളതാണ്. ചില കാര്യത്തിന് വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യസന്ധമായിട്ട് പോയാൽ നമ്മുടെ ലാഭം കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നല്ല ചൈതന്യം, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. സമാധാനവും സന്തോഷമാണ്. ചില ശരീരവേദന, പ്രയാസങ്ങൾ ഇങ്ങനെയൊക്കെ. ഇപ്പം നമ്മളൊരാളോട് ശാസ്ത്രീയമായിട്ട് വലിച്ചിട്ടുണ്ടോ, അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ, നീ അത് ചെയ്തല്ലോ എന്ന് പറയുമ്പം തന്നെ നമ്മളെ ഇവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾക്ക് തന്നെ ഹാനികരമായിട്ട് മാറും. ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം നമുക്കെപ്പോഴും സ്നേഹമുള്ളവരാ, സമാധാനമുള്ളവരാ, വെറുപ്പില്ലാത്തവരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരവും ചൈതന്യമാവും, നമ്മുടെ മനസ്സ് ചൈതന്യമാവും, നമ്മളൊരു പ്രത്യേക തലത്തിലാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.